UAEയുടെ ഗോൾഡൻ വിസയുടെ സമാനമാണ് സൗദി അറേബ്യയുടെ ഗ്രീൻ കാർഡ്. സൗദി പ്രീമിയം റെസിഡൻസി വിസയാണിത്. വിദേശികൾക്ക് സൗദിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപം നടത്താനും വസ്തുവകകൾ വാങ്ങാനുമെല്ലാം തടസ്സമില്ലാതെ അനുമതി ലഭിക്കുന്നതാണ് ഗ്രീൻ കാർഡ്. സൗദിക്കാരായ സ്പോൺസർമാർ ഇല്ലാതെ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സൗദി പ്രീമിയം റെസിഡൻസി ലഭിക്കുന്നതിലൂടെ സാധിക്കും. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി 2019 ഗ്രീൻ കാർഡ് ആരംഭിച്ചത്. കഴിവുള്ള വിദേശികളെ സൗദിയിലേക്ക് ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം. നിക്ഷേപകരെയും സംരംഭകരെയും സൗദിയിലേക്ക് എത്തിക്കുകയും സൗദിക്ക് അവർ മുഖേനയുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ് സൗദി. വിദേശികൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ലഭിക്കുന്ന പ്രത്യേക വിസയാണ് സൗദി പ്രീമിയം റെസിഡൻസി. സൗദിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ഇതുവഴി സാധിക്കും. കൂടാതെ വസ്തുക്കൾ സ്വന്തമായി വാങ്ങാനും സാധിക്കും. മറ്റൊന്ന്, ബിസിനസ്സുകൾ തുടങ്ങാം. ആശ്രിതരെ സ്പോൺസർ ചെയ്യാം. വീട്ടുജോലിക്കാരെ വിദേശത്ത് നിന്ന് കൊണ്ടുവരികയുമാകാം. കൂടാതെ കുടുംബങ്ങൾക്കും പ്രീമിയം റെസിഡൻസിക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. രാജ്യാന്തര പണ കൈമാറ്റം സൗജന്യമാകും. ബന്ധുക്കളെ സൗദിയിലേക്ക് കൊണ്ടുവരാം. എപ്പോൾ വേണമെങ്കിലും സൗദിയിലേക്ക് വരാം. പുറത്തേക്ക് പോകാം. പൊതു ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താം. തൊഴിൽ മാറുന്നതിന് ഉടമയുടെ നിയന്ത്രണങ്ങൾ ഒന്നും ഉണ്ടാകില്ല. മറ്റൊന്ന്, വാഹനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും പ്രീമിയം റെസിഡൻസി കിട്ടില്ല എന്നതാണ്. അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണമെന്നതാണ്. കൂടാതെ 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ക്രിമിനൽ പശ്ചാത്തലവും പാടില്ല. ആരോഗ്യവാനാണെന്ന് തെളിയിക്കുന്നതിന് വൈദ്യപരിശോധന നടത്തണം. അപേക്ഷകനും ആശ്രിതർക്കും മതിയായ സാമ്പത്തിക സ്ഥിതിയുണ്ടെന്ന് തെളിയിക്കുന്ന രേഖയും അത്യാവശ്യമാണ്. ഈ വിസ ലഭിക്കുന്നതിന് അല്പം പണച്ചെലവുണ്ട്. ആജീവനാന്ത വിസ ലഭിക്കുന്നതിന് 8 ലക്ഷം സൗദി റിയാലാണ് ഫീസ്. 1 വർഷത്തെ വിസയ്ക്ക് 1 ലക്ഷം റിയാലാണ് ഫീസ്. ഓരോ വർഷവും ഇത് പുതുക്കേണ്ടി വരും. സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും ശരിയാക്കണം. 30 ദിവസം മുതൽ 90 ദിവസത്തിനകം അപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കും. വിദേശ നിക്ഷേപകർക്കും സംരംഭകർക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഡോക്ടർ, എഞ്ചിനീയർ, IT വിദഗ്ധർ തുടങ്ങി വിദഗ്ധ തൊഴിലാളികൾക്കും അപേക്ഷിക്കാം. വലിയ ആസ്തി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. കായികം, കല തുടങ്ങിയ രംഗങ്ങളിൽ ശോഭിച്ചവർക്കും അപേക്ഷിക്കാം. മികച്ച വരുമാനമുള്ള വിരമിച്ച പ്രവാസികൾക്കും അപേക്ഷിക്കാം. 5 തരം പ്രീമിയം റെസിഡൻസിയാണ് നിലവിലുള്ളത്. ടാലന്റ് റെസിഡൻസി, ഗിഫ്റ്റഡ് റെസിഡൻസി, ഇൻവെസ്റ്റർ റെസിഡൻസി, ഇന്റർപ്രീനർ റെസിഡൻസി, റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസി എന്നിങ്ങനെ 5 തരം പ്രീമിയം റെസിഡൻസി വിഭാഗങ്ങളാണുള്ളത്. ഇതിനുള്ള ഒറ്റത്തവണ ഫീസ് 4000 റിയാലാണ്. ഓരോ റെസിഡൻസിക്കും പേരിൽ സൂചിപ്പിച്ച പോലുള്ള രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരാകണം. വിദേശികളെ കൂടുതലായി സൗദിയിലേക്ക് ആകർഷിക്കുകയും അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയുമാണ് സൗദിയുടെ ലക്ഷ്യം. അതുവഴി എണ്ണ ഇതര മേഖലയിൽ സൗദി അറേബ്യയെ ലോകത്തെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുകയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, സൗദി അറേബ്യ എന്ന രാജ്യം എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ സൗദിയെ എപ്പോഴും അസൂയയോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോഴിതാ നേത്ര മൈക്രോബയോമിൻ രാജ്യത്തെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത പരീക്ഷണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സൗദി. ബഹിരാകാശ ഗവേഷണ സംരംഭങ്ങൾക്ക് ഒരു നാഴികക്കല്ലാവുന്ന ഈ പദ്ധതി ഫലക് ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് സ്പേസ് എക്സുമായി സഹകരിച്ചാണ് പൂർത്തിയാക്കുന്നത്. ഫ്രെയിം 2ന്റെ ഭാഗമായാണ് സൗദി ഈ ചരിത്രമായേക്കാവുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമായും കണ്ണിലെ സ്വാഭാവിക സൂക്ഷ്മജീവികളെ മൈക്രോഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുന്നുവെന്ന് പര്യവേക്ഷണം ചെയ്യുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇത് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഉൾക്കാഴ്ചകൾ തുറക്കുകയും ഭൂമിയിലെ വൈദ്യശാസ്ത്ര ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിരിക്കും. ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ കണ്ണുമായി ബന്ധപ്പെട്ട അവസ്ഥകൾക്ക് പുതിയ ചികിത്സകൾ കണ്ടെത്തുന്നതിനും ബഹിരാകാശ യാത്രികരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും ഈ ഫലങ്ങൾ കാരണമാകും. കൂടാതെ കണ്ണിലെ ബാക്ടീരിയകൾ ബഹിരാകാശത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ഈ പരീക്ഷണം പ്രത്യേകം അന്വേഷിക്കും. സൂക്ഷ്മ ഗുരുത്വാകർഷണം ആന്റിബയോട്ടിക്കുകൾക്കുള്ള സൂക്ഷ്മജീവികളുടെ പ്രതിരോധത്തെ ബാധിക്കുന്നുണ്ടോ എന്നും ബയോഫിലിം രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നും നിർണ്ണയിക്കാൻ ഗവേഷകർ മൈക്രോബയോമിലെ ജനിതക പ്രോട്ടീൻ മാറ്റങ്ങൾ വിശകലനം ചെയ്യും.
മുൻകാല ബഹിരാകാശ ഗവേഷണങ്ങൾ കുടലിലെയും വായിലെയും സൂക്ഷ്മജീവികളെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കണ്ണിലെ സൂക്ഷ്മജീവികളെക്കുറിച്ച് ഇപ്പോഴും വലിയ തോതിൽ പര്യവേക്ഷണം നടത്തിയിട്ടില്ല. അതിനാൽ ഈ ദൗത്യം ഒരു പ്രധാന ശാസ്ത്രീയ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുകയും സൗദി അറേബ്യയെ മേഖലയിൽ മുൻപന്തിയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ സൗദി അറേബ്യയുടെ വർദ്ധിച്ചു വരുന്ന നിക്ഷേപം ശാസ്ത്രീയ നവീകരണത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെ തെളിവാണ്. ബഹിരാകാശ അധിഷ്ഠിത മെഡിക്കൽ പര്യവേക്ഷണങ്ങളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം വിഷൻ 2030 ഭാഗമാണ്.